സോ ട്രപ്പിസോയിഡൽ റൂൾ ഒരു മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഇൻ്റഗ്രേഷൻ വാല്യൂ ആണ്. ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫങ്ഷൻ മേ ബി തരാം, ഇൻ കേസ് ചില കേസിൽ തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ. സോ ആ ഒരു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വാല്യൂ കാണാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ട്രപ്പിസോയിഡൽ റൂൾ. എനിവേ സം എക്സ് വാല്യൂസ് എന്തായാലും ഉണ്ടായിരിക്കും. ആ എക്സ് വാല്യൂസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഇൻ്റഗ്രൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ടെക്നിക്. ഓക്കെ, ഇത് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർവെൽ എച്ച് നോട്ട് ടു എച്ച് എൻ വരെയുള്ള ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അങ്ങനെ ഒരു ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല h/2 y0 പ്ലസ് yn പ്ലസ് 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര yn മൈനസ് 1. ദാറ്റ് ഈസ്, അതെന്താ ബ്രാക്കറ്റിനുള്ളിൽ ശരിക്കും ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. y0 എന്ന് പറയുന്നത് h0 y0. ഓക്കെ, h0ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂ. ഓക്കെ, അതാണ് y0. സോ ആ y0 കഴിഞ്ഞ നെക്സ്റ്റ് പ്ലസ് yn, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് hn, എഫ് ഓഫ് hn വാല്യൂ ആണ് yn. ഓക്കെ, ഫസ്റ്റ് എഫ് ഓഫ് എക്സ് വാല്യൂ പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് എഫ് ഓഫ് എക്സ് വാല്യൂ പ്ലസ് 2 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂസ്, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഏതൊക്കെ എഫ് ഓഫ് എക്സ് വാല്യൂസ് ഉണ്ടോ അതെല്ലാം അതിൻ്റെ സമ്മ് ആണ് ആ ലാസ്റ്റ് 2 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. സോ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ h/2 ഇൻറ്റു y0 പ്ലസ് yn പ്ലസ് 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര yn മൈനസ് 1. അതാണ് ജനറൽ ഫോർമുല. ദെൻ നമ്മുടെ അത് ആ ഫോർമുലയിലുള്ള എച്ച് എന്ന് പറയുന്നത് ആക്ച്വലി എച്ച് വാല്യൂസ് ആഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് എച്ച് വാല്യൂ 1 ആണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു എച്ച് പോയിൻറ്റ് 1 ആണെങ്കിൽ നെക്സ്റ്റ് എച്ച് വാല്യൂ h0 1ഉം h1 എന്ന് പറയുന്നത് 1.1 ആയിരിക്കും. ഓക്കെ, സോ എച്ചിൻ്റെ ഫോർമുല hn മൈനസ് h0 ബൈ n, ആൻഡ് n ഈസ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ഇൻ്റഗ്രേഷൻ. ഓക്കെ, എത്ര ഡിവിഷൻസ് ആയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ നമുക്ക് ഇതാണ് ജനറൽ ആയിട്ടുള്ള തിയറി. ഇതാണ് ഒരു നോർമലായിട്ടുള്ളൊരു ഇൻ്റഗ്രേഷൻ മെത്തേഡിനെ ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് ഉപയോഗിക്കാതെ ഒരു ട്രപ്പിസോയിഡൽ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ സോൾവ് ചെയ്ത് ഒരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ അക്യുറേറ്റ് വാല്യൂവിൻ്റെ അടുത്തുള്ളൊരു വാല്യൂവിലേക്ക് എത്താൻ കഴിയും നമുക്ക്. ഇത് ചെയ്യുന്നത് കുറേ എക്സ് വാല്യൂസിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവാലുവേറ്റ് ക്വസ്റ്റ്യൻ 1. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 h raised to 4 dx taking h is equal to 0.5 and h is equal to 0.25 using trapezoidal method. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്, ബട്ട് ക്വസ്റ്റ്യനിൽ ട്രപ്പിസോയിഡൽ മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ h0 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് h0 ആൻഡ് hn ആണ് ഇൻ്റർവെൽസ് നമുക്കറിയാം. സോ h0 ഈസ് ഈക്വൾ ടു 0 ആൻഡ് hn ഈസ് ഈക്വൾ ടു 1. 0 to 1 ആണ് ഇൻ്റഗ്രേഷൻ, ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു h raised to 4. ഇതൊക്കെ ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ ഫസ്റ്റ് കേസ് വെൻ h ഈസ് ഈക്വൾ ടു 0.5, വെൻ h ഈസ് ഈക്വൾ ടു 0.5 h0 ഈസ് ഈക്വൾ ടു 0 ആൻഡ് h1 എന്ന് പറയുന്നത് h0ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യാം. സോ 0.5 ആയിരിക്കും h1. h2 എന്ന് പറയുന്നത് h1 പ്ലസ് h ആണ് h2. സോ അത് 1 ആയിരിക്കും h2. സോ നമ്മുടെ hn എന്ന് പറഞ്ഞ വാല്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്, അത്ര വാല്യൂസേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പിൽ h 0.5 എന്ന് പറഞ്ഞ എച്ചിൻ്റെ ബേസിൽ h0 h1 h2 എന്നുള്ള വാല്യൂസേ യൂസ് ചെയ്യേണ്ടുള്ളൂ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യാണ്. നമുക്കിത് കിട്ടിയ h0 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. h1 h2 ബേസിൽ ഒരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ h0 ഈസ് ഈക്വൾ ടു 0 ആൻഡ് y0 ഈസ് ഈക്വൾ ടു എഫ് ഓഫ് h0
that is also 0. X1 is equal to 0.5 and y1 is equal to f of x1, that is 0.5 raised to 4.0625, x2 is equal to 1 and y2 is equal to 1. ആൻഡ് നമ്മളിനി ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ എല്ലാ വാല്യൂസും ഉണ്ട്. ഓക്കെ, ആ ഫോർമുലയ്ക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് h 0.5 ആൻഡ് y0 is equal to 0, y2 is equal to 1 പ്ലസ് 2 ഇൻറ്റു y1 മാത്രമേ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസർ ഈസ് 0.2815. ആൻഡ് കേസ് 2 h is equal to 0.25 ആയി. സെയിം പ്രൊസീജിയർ ആണ്. എച്ച് നോട്ട് 0 ആണ്, x1 xn എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ളതാണ്. അത് ഏത് ബോത്ത് ദ കേസിലും അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്. സോ എച്ച് നോട്ട് ഇസ് ഈക്വൾ ടു 0, x1 ഇസ് ഈക്വൾ ടു 0 പ്ലസ് 0.25 ആൻഡ് x2 ഇസ് ഈക്വൾ ടു 0.25 പ്ലസ് 0.25 0.5 and h3 is equal to 0.5 plus 0.25 0.75 and the last value h4 is equal to 0.75 plus 0.25 is equal to 1. ഓക്കെ, ആ ഒരു വാല്യൂ അവിടെ സ്റ്റോപ്പായി. 1ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്രേ ഉള്ളൂ. h0 to h4 വാല്യൂസാണ് ഈ നമ്മൾ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഡയറക്റ്റ് നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് റേസ് ടു 4 ആണെന്ന്. ജസ്റ്റ് എക്സ് നോട്ട് ഇസ് ഈക്വൾ ടു 0. പ്രീവിയസ് കേസിൽ എന്താണ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഒരു ഡിഫറൻസ് ഉള്ളത് എക്സ് നോട്ട് ടു x4 വരെ വാല്യൂസ് ഉണ്ട് എന്ന് മാത്രം. സോ അതിൽ y0, y1, y2, y3, y4 അങ്ങനെ വാല്യൂസ് എല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്തു. ആ വാല്യൂസ് ഇനി ഇക്വേഷനിലും ചെറിയ ചേഞ്ച് ഉള്ളത് ആ 2 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ചേഞ്ചാണ്. ആൻഡ് y0 പ്ലസ് y4 പ്ലസ് 2 ഇൻറ്റു ബ്രാക്കറ്റിൽ y1 പ്ലസ് y2 പ്ലസ് y3 വരെ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് ആണ് y1, y2, y3. ആൻഡ് ദ ഫസ്റ്റ് വാല്യൂ y0, ലാസ്റ്റ് വാല്യൂ y4. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൻസർ ഇസ് 0.2207. സോ നമ്മൾ ഒരു മേജറായിട്ടുള്ളൊരു പോയിൻ്റ് ഇതിൽ ഒബ്സർവ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് 0.5ലും 0.25ലും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ 0.25 ചെയ്യുമ്പോൾ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് ഉള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് എച്ചിൻ്റെ വാല്യൂ എത്രത്തോളം കുറയുന്നോ അതിനനുസരിച്ച് വാല്യൂൻ്റെ ആക്യുറസി കൂടും. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ ഏകദേശം 0.2 ആണ് നമുക്ക് കിട്ടുന്നത്. സോ 0.28 ആണ് 0.5 എന്നുള്ള കേസിൽ നമുക്ക് കിട്ടിയത്. 0.22 എന്ന് പറയുന്നൊരു ആൻസർ 0.25 എടുത്തപ്പോൾ കിട്ടി. സോ എച്ചിൻ്റെ വാല്യൂ എത്ര കുറയുന്നു അതിനനുസരിച്ച് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും വാല്യൂസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രപ്പിസോയിഡൽ മെത്തേഡിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അത് 2019 മേയിലുള്ള ഫൈനൽ ഇയർ സെം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് ഓഫ് റെവല്യൂഷൻ ബി ഫോംഡ് ബൈ റൊട്ടേറ്റിംഗ് about x-axis, the area between x-axis, the line x is equal to 0, x is equal to 1 and a curve through the points with the following coordinates. ഓക്കെ, ആ കോർഡിനേറ്റ്സ് വാല്യൂസ് തന്നിട്ടുണ്ട് നമുക്ക്. ഇവാലുവേറ്റ് ദ വോളിയം ഓഫ് സോളിഡ് ബൈ ട്രപ്പിസോയിഡൽ മെത്തേഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ആണെങ്കിലും ഒരു റിസ്ക് ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ഫിഗർ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സോളിഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർമേഷൻ ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ദെൻ നമുക്ക് തന്നിട്ടുണ്ട് x0 is equal to 1, x0 is 0 and it is 0, 1 point. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഫൈനൽ വാല്യൂ
1 ആണ് എച്ച്. സോ എച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ ഇതാണ് 1. ഓക്കെ, ഇതായിരിക്കും. സോ നമുക്ക് അതിൽ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് y വാല്യൂ അറൗണ്ട് 1 താഴെ, ജസ്റ്റ് താഴെ 0.8415 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ 1,0.8415 എന്ന് പറയുന്ന പോയിന്റ് അതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇനീഷ്യൽ വാല്യൂ, ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഓഫ് ദ കർവ് നമുക്ക് ഫൈൻഡ് ചെയ്തു. ഈ കർവാണ് നമ്മൾ എബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ കർവിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് എന്താണെന്നറിയില്ല. എനിവേ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് റൊട്ടേറ്റ്സ് എബൌട്ട് എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ പോയിൻറ്റും നമുക്ക് തരുന്നതെന്ന് പറയുന്നത് സർക്കുലർ ഏരിയയാണ്. ഓക്കെ, സർക്കുലർ ഏരിയയാണ്. സോ കോൺസ്റ്റൻ്റ് ആയിട്ട് റേഡിയസ് 1 എടുത്തിട്ട് നമുക്കൊരു സിലിണ്ടർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു സ്ലാൻഡഡ് ഇതായിട്ട് നമ്മൾ വേണമെങ്കിൽ അങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻ്റർമീഡിയറ്റ് കർവ്സ് ഒരു കർവ് ഷേപ്പായിട്ടാണ് വരിക. ഓക്കെ, അതിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് സർക്കുലറാണ്, ഷേപ്പ് ഉണ്ട് ദെൻ ദ ഷേപ്പ് ഫോംഡ് നമുക്ക് സോളിഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. സ്പെസിഫിക് 3 ഡയമെൻഷണൽ ഷേപ്പിന് നമുക്ക് പേരെടുത്ത് പറയാനില്ല. സോ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് സർക്കുലർ ആയിരിക്കും. സോ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും πr² ടൈംസ് ദ ലെങ്ത് ഓഫ് ദാറ്റ് സോളിഡ്. ഓക്കെ, അതായത് യൂണിറ്റ് ലെങ്ത്താണ് 1 ആണ്. സോ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr² ടൈംസ് 1 ആണ്. ദെൻ നമുക്ക് ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ദാറ്റ് ഈസ് ഇൻ കേസ് ഈ ഒരു പോയിൻറ്റിൻ്റെ കേസ് 0,1 എന്ന് പറയുന്ന പോയിൻ്റ് കേസിലാണെങ്കിൽ അത് 1 ആയിരിക്കും. ആൻഡ് 1.8415 എന്ന് പറയുന്നതിൽ അത് 0.8415 ആയിരിക്കും. സോ നമുക്കത് സ്പെസിഫിക് ആയിട്ട് റേഡിയസ് ഇല്ല. ഓൾസോ അത് y വാല്യൂ ആണ് ടേക്ക് ചെയ്യുന്നത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് πy² ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് y² വാല്യൂസ് വേണം. ഇവിടെ y വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. 1.9896, 0.9589, 0.9089, 0.8415. സോ ഇതിൻ്റെ സ്ക്വയർ വാല്യൂസ് ആയിരിക്കും y² വാല്യൂസ്. സോ അതിൻ്റെ ഒരു ടേബിളും കൂടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ നമ്മുടെ y² വാല്യൂസ് ആണ് ഇത്. അതായത് y0ൻ്റെ y² വാല്യൂ, y1 y² വാല്യൂ, y2 y² വാല്യൂ, y3 y² വാല്യൂ, y4 y² വാല്യൂസ്. ഓക്കെ, ദെൻ നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണേണ്ടത് വോളിയം ഓഫ് ദാറ്റ് സോളിഡ് ആണ്. ആ വോളിയത്തിൻ്റെ ഇക്വേഷൻ πy² ആണ്. സോ ഇൻറ്റഗ്രൽ നമുക്കറിയാം. ഫസ്റ്റ് h0 വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, h എന്ന് പറയുന്നത് 1 ആണ്, ആൻഡ് എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ വോളിയമാണ് πy². സോ പൈ കോൺസ്റ്റൻ്റ് ആണ്, y² dx ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ വാല്യൂ. സോ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വലിയ ചേഞ്ച് ഒന്നുമില്ല. ഇക്വേഷൻ ഓൾവേസ് സെയിം ആണ്. h/2 ഇൻറ്റു y0 പ്ലസ് ഇവിടെ y4 ആണ് ഉള്ളത്. സോ y4 പ്ലസ് 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3. ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. ആൻഡ് നമുക്ക് എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയി തന്നിട്ടില്ല. നമുക്ക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. 0.25, 0.5, 0.75 ആൻഡ് 1. സോ അത് 0.25 ആണെന്ന് എവിഡൻ്റ് ആണ്.
ടേബിളിൽ നിന്ന്. സോ അത് നമ്മൾ h is equal to 0.25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻഡ് ബൈ 2. സോ അതിൻ്റെ വൈ നോട്ട് എന്ന് പറയുന്ന വാല്യൂ, ആക്ച്വലി നമ്മൾ വൈ നോട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടേബിളിൽ തന്നെ വൈ നോട്ട് എടുക്കരുത്. അത് വൈ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വൈ സ്ക്വയർ വാല്യൂസാണ് എടുക്കേണ്ടത്. വൈ നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. y4 എന്ന് പറയുന്നത് 0.708122 ആണ്, പ്ലസ് 2 ഇൻറ്റു ഇൻ്റർമീഡിയറ്റ് വാല്യൂസായ y1 y2 y3. ഓക്കെ, 0.97930816 പ്ലസ് 0.91948921 പ്ലസ് 0.82609921 ആണ്. ഓക്കെ, നമ്മുടെ ഫോർമുല കംപ്ലീറ്റ് ആയി. സോ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറൗണ്ട് വൈ സ്ക്വയർ ഇൻ്റഗ്രൽ, ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0.89473925 എന്ന് കിട്ടും. ഓക്കെ, അതായത് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇതാണ്, 0.89473925. ദെൻ നമുക്ക് വോളിയം എന്ന് പറയുന്നത് എന്താ, പൈ വൈ സ്ക്വയർ ആയിരുന്നു. സോ ആ ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് ഓൾറെഡി ഫൈൻഡ് ചെയ്തു. സോ വോളിയം ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ദാറ്റ് വാല്യൂ 0.89473925. okay, that is volume is equal to 2.810906 എന്ന് കിട്ടും. അതായത് ആ വോളിയം കർവ് റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സോളിഡിൻ്റെ വോളിയമാണ് അറൗണ്ട് 2.810906 എന്ന് പറയുന്നത്. ഓക്കെ.